ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശരണ്യ മൊഴിമാറ്റി പറയുമെന്നുള്ള പേടിയിലാണ് പോലീസുകാരും അതുപോലെ പാർട്ടിക്കാരും ഒക്കെ. അങ്ങനെ പറഞ്ഞാൽ അവരും പോലീസുകാരും പാർട്ടിക്കാരും ഒക്കെ ആകെ കുടുങ്ങുമല്ലോ. അതുകൊണ്ട് തന്നെ ശരണ്യെ കാണാനായിട്ട് ആ പാർട്ടിക്കാർ വീണ്ടും ശരണ്യയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നാൽ അച്ഛൻ പറയുന്നുണ്ട്, ഇല്ല, അവൾ മൊഴിമാറ്റി പറയില്ല. ഞങ്ങൾ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവൾ ഒരിക്കലും പറയില്ല. ഇതിനിടയിൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ലേഡി ശരണ്യയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. ആ സമയത്ത് ശരണ്യ ഇരുന്ന് പഠിക്കുകയായിരുന്നു. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ, ഇനി പഠിത്തമൊന്നും വേണ്ടാന്ന്. ഇനി നിന്നെ ഒരിക്കലും പഠിക്കാൻ അയക്കില്ല. ഈ മുറിക്കകത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നിക്കാമെങ്കിൽ അതാ നല്ലത് നിനക്ക്. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ ഫ്യൂച്ചറോ മാഡം? എനിക്കിനി പഠിക്കണ്ടേ? എനിക്ക് നല്ല ജോലി ചെയ്യണ്ടേ? എൻ്റെ ആഗ്രഹം ഒരു ഡോക്ടറാകുക എന്നുള്ളതാണ്. ആ ലേഡി പറയുന്നുണ്ട്, പിന്നെ ഡോക്ടർ? നീ ഇപ്പോൾ അതിജീവിതയാണ്. ഈ കോളനിയിലെ അതിജീവിതയാണ് നീ. ഈ നാട് തന്നെ, ഈ ലോകം അറിയാൻ പോകുന്നത് ഇനി നിന്റെ പേരിലായിരിക്കും. അതല്ലേ വലുത്. പിന്നെ നിന്റെ ഈ പഠിത്തമൊന്നും ഇനി വേണ്ട. 3-4 വർഷം കഴിഞ്ഞാൽ നിന്നെ വിവാഹം കഴിച്ച് അയക്കാനുള്ളതാ. അത് മാത്രമല്ല, അതിനു മുമ്പ് നിനക്ക് ഗവൺമെൻറ് ജോലിയാണ് കിട്ടാൻ പോകുന്നത്. ഗവൺമെൻറ് ജോലിയോ? എന്ത് ജോലി? അത് പിന്നെ ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസിലെ തൂപ്പുകാരിയായിട്ടാണ്. തൂപ്പുകാരിയോ? അതെ, തൂപ്പുകാരിയായിട്ട്. നിനക്കത് വലിയ കുറച്ചിലാണോ? മാസം 10-20,000 രൂപ ശമ്പളം കിട്ടും. അതിൻ്റെ കൂടെ മറ്റുള്ള ആനുകൂല്യങ്ങളും കിട്ടും. ഇതുപോലത്തെ വീടൊന്നുമല്ല, നല്ലൊരു വീടിനുള്ള ഫണ്ട് കൂടി ഗവൺമെൻറ് നിനക്ക് അനുവദിച്ചു തരും. അതുകൊണ്ട് ഈ പഠിത്തമൊക്കെ അങ്ങ് വേണ്ടാന്ന് വെച്ചേരെ. പിന്നെ നിന്നെ അലീന തുള്ളിക്കാൻ കൊണ്ടുപോയതൊക്കെ ഞങ്ങൾ അറിഞ്ഞു, അമ്പലത്തിലും മറ്റുമായിട്ട്. ഇനി അതൊന്നും പാടില്ല. നീ ഇങ്ങനെ ചിരിക്കാനോ കളിക്കാനോ ഒന്നും, വെളിയിലിറങ്ങി ഇങ്ങനെ നടക്കാനോ ഒന്നും പാടില്ല. നീ ഒരു അതിജീവിതയാണ്. നിന്നെ ഈ നാട്ടിലുള്ളവരെല്ലാം ആ കണ്ടുകൊണ്ടേ കാണുകയുള്ളൂ. അതുകൊണ്ട് നീ ചിരിക്കാനോ കളിക്കാനോ ഒന്നും പാടില്ല. എപ്പോഴും കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് മാത്രമേ നീ നടക്കാൻ പാടുള്ളൂ. നീ അതിജീവിതയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതെല്ലാം കേട്ട് ശരണ്യ ആകപ്പാടെ തളർന്നു പോവുകയാണ്. കാരണം അലീന വന്നിട്ട്, നീ തളർന്നു പോകരുത്, സന്തോഷത്തോടെ ഇരിക്കണം, ചിരിക്കണം, കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം പോലെ നീ മറക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ആ സ്ഥാനത്താണ് ഈ പെൺപിള്ള വന്നിട്ട് ചിരിക്കരുത്, കളിക്കരുത്, പഠിക്കരുത്, ജോലിക്ക് പോകരുത്, അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. ഇതിനുശേഷം ആ ലേഡി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവളുടെ അച്ഛനെ കാണുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അവൾ ഒരിക്കലും മൊഴിമാറ്റി പറയാൻ പാടില്ല. അവരൊക്കെ പണച്ചാക്കുകളാണ്. ഒരുപാട് സഹായവും കാശും ഒക്കെ ആയിട്ട് അവർ വരും. ലക്ഷ്യങ്ങൾ വാരിയെറിയാനും മടിയില്ലാത്തവരാണ്. ഒരു കാരണവശാലും നിങ്ങൾ മൊഴിമാറ്റി പറയാൻ പാടില്ല. സത്യം മാത്രമേ പറയാവൂ. അല്ല മേഡം, ആ ബാലേന്ദ്രൻ്റെ മോൻ്റെ കാര്യം ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ. വീണ്ടും എന്തിനാണ് അതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നത്? പോലീസുകാരും പറഞ്ഞതൊക്കെ കേട്ടായിരുന്നല്ലോ. ഒരു കാരണവശാലും രോഹിത് ബാലചന്ദ്രനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല. എങ്ങാനും ഇവൾ അവിടെ ചെന്ന് മൊഴിമാറ്റി പറഞ്ഞാൽ ഇവളൊരു കള്ളിയാണെന്ന് നാട്ടുകാർ പറയും. ബാക്കിയുള്ള 3 പേരുടെ കൂടെ ഇവൾ മനഃപൂർവ്വം പോയതാണെന്നും അവർ പറഞ്ഞുണ്ടാക്കും. നിങ്ങളുടെ മോളെ അവരെല്ലാവരും കൂടെ മോശക്കാരിയായി ചിത്രീകരിക്കും. അത് വേണോ? അതൊക്കെ വേണോ? നിങ്ങളുടെ മോളെ എല്ലാവരും മോശക്കാരിയാക്കും. അതിൻ്റെ കൂടെ ആ രോഹിത്തിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള 3 പേരും സുഖമായി പുറത്തിറങ്ങും. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. DYSPയെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞതൊക്കെ നിങ്ങളും കേട്ടായിരുന്നല്ലോ. ഒരു കാരണവശാലും ഇവൾ മൊഴിമാറ്റി പറയാൻ പാടില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ മകളെ നിങ്ങളെന്തിനാ തുള്ളാനൊക്കെ വിടുന്നത്? ചിരിച്ചും കളിച്ചും തുല്ലസിക്കുകയല്ലേ. ഇവൾക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും ഇവൾ മറന്നുപോയോ? ഇതോടുകൂടി ഇവളുടെ ജീവിതം അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇവൾ അതിജീവിത എന്നുള്ള പോസ്റ്ററും കൊണ്ട് പേര് വേണം നടക്കാനായിട്ട്. അതൊന്നും മറന്നു പോകരുത്. അതുപോലെ ഞങ്ങൾ വാക്ക് തന്നതുപോലെ ഇവൾക്ക് വേണ്ടിയുള്ള ബക്കറ്റ് പരിവൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇവൾക്ക് വേണ്ടി, ഈ വീടിന് വേണ്ടിയിട്ടൊക്കെയുള്ളത്. അതുകൊണ്ട് നിങ്ങളും ഞങ്ങളോട് സഹകരിക്കണം. ഇവളിങ്ങനെ ചിരിച്ച് ഉല്ലസിച്ച് ആർക്കെങ്കിലും നടന്നാൽ ആരും ഒന്നും തരില്ല. ഇവളുടെ കരഞ്ഞ മുഖമാണ് നമുക്ക് വേണ്ടത്. എങ്കിൽ മാത്രമേ ബക്കറ്റ് പിരിവൊക്കെ നന്നായിട്ട് നടക്കുകയുള്ളൂ. ബക്കറ്റ് പിരിവൊക്കെ നന്നായി വീണാൽ മാത്രമല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകൂ. ഈ വീടൊക്കെ നന്നായി പുതുക്കി പണിയണം. ബാക്കി 2 അമ്മക്കളെയും പഠിപ്പിക്കണം. എന്താ വേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ ശരണ്യയുടെ അച്ഛൻ ഒന്നും മറുപടി പറയാതെ നിശബ്ദമായി നിൽക്കുകയാണ്. മറ്റു കൂടെ വന്ന പാർട്ടിക്കാരും പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒരു കാരണവശാലും ഈ പറഞ്ഞ രഹസ്യം പുറത്തു പോകാൻ പാടില്ല. ഉറപ്പായിട്ടും ആ അലീന എന്ന് പറയുന്ന പെണ്ണ് അത് അവരെ അറിയിക്കും. അവരതിൻ്റെ അനുസരിച്ച് മൂവ്മെൻറ്റ് ചെയ്യുകയും ചെയ്യും. ഇക്കാര്യം കോടതിയിൽ എങ്ങാനും എത്തിയാൽ ഒരു കാരണവശാലും ശരണ്യ അത് അംഗീകരിക്കരുത്. ശരണ്യയുടെ മൊഴിക്കാണ് പ്രാധാന്യം. അവൾ പറയുന്നതാണ് അച്ചട്ട്. അതുകൊണ്ട് തന്നെ ശരണ്യയുടെ മൊഴി മാറാതെ അവൾ അത് മാറ്റി പറയാതെ ശ്രദ്ധിക്കണം.
അവളെങ്ങാനും മൊഴി മാറ്റി പറഞ്ഞ പിന്നീട് അവൾക്കൊരു സഹായം ഉണ്ടാകില്ല. അതുമാത്രമല്ല അവൾ ഇവിടെ കിടന്ന് അനുഭവിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവരവിടെ നിന്ന് പോകുന്നത്. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഇവരെന്താ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നത്? നമ്മുടെ കുട്ടിയുടെ കാര്യമല്ലേ, അതിനെന്തിനാ ഇവരിങ്ങനെയൊക്കെ പറയുന്നത്? അത് പിന്നെ വേറൊന്നുമല്ല, ഇവരാണല്ലോ ഇപ്പം പാർട്ടി ഭരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തുമാകാം. ഈ ബക്കറ്റ് പിരിവിൻ്റെ പേരിലും അതുപോലെ അതിജീവിത എന്ന പേരിലുമൊക്കെ ഇവർ കുറേ കാശുണ്ടാക്കും. അതിൽ നിന്ന് കുറച്ച് വീതം മാത്രമായിരിക്കും നമ്മൾക്ക് തരിക. അത് മാത്രമല്ല, ഇവരുടെ പാർട്ടിക്ക് കിട്ടുന്ന രക്തസാക്ഷി പോലെയാണ് നമ്മുടെ മകളിപ്പം അവർക്ക്. അവളെ വെച്ച് അവർ പലതും പറഞ്ഞു പരത്തും. അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത്. നമ്മുടെ മോള് ചിരിക്കാൻ പാടില്ലെന്ന് അവർ പറഞ്ഞത് കേട്ടില്ലേ? ആ അലീന വന്ന് എന്തൊക്കെ പറഞ്ഞു കൊടുത്താ മോളെ ഇത്രയെങ്കിലും ഒന്ന് ഓക്കെ ആക്കിയത്. ചിരിക്കണം, ഈ ലോകത്ത് പറന്നുയർന്ന് നടക്കണം, പഠിച്ച് ജോലി വാങ്ങിക്കണം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാ കുട്ടി പറഞ്ഞു കൊടുത്തതാ. ആ സമയത്ത് ഇവർ വന്നിട്ട് പറഞ്ഞത് കേട്ടില്ലേ? ചിരിക്കരുത്, എൻ്റെ മോളുടെ ജീവിതം അവസാനിച്ചു എന്നൊക്കെ. ജീവൻ അവസാനിപ്പിക്കാൻ പോയതല്ലേ എൻ്റെ മോള്. അവിടെ നിന്ന് കൈപിടിച്ച് അവളെ ഉയർത്തി ഇവിടം വരെ എത്തിച്ചത് ആ അലീനയാണ്. അങ്ങനെയുള്ളിടത്താ ഇവർ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഗോപം വന്നിട്ട് പറയുകയാണ്, അമ്മയ്ക്ക് എപ്പോഴും ഇതേ പറയാനുള്ളൂ. എന്ത് പറഞ്ഞാലും അലീന അലീന, അവൾ ഒറ്റയൊരുത്തി കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നിനക്ക് എന്തറിയാടാ? പാവം എൻ്റെ കുഞ്ഞ്, അവൾ പഠിക്കാനൊക്കെ തുടങ്ങായിരുന്നു. അപ്പോഴാണ് ദേ ഇവർ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്. അല്ലെങ്കിൽ തന്നെ ഒരു തെറ്റും ചെയ്യാത്ത ആ ചെറുക്കനെ എന്തിനാ അവർ പ്രതി ചേർത്തത്? ഇനി നമ്മളതൊന്നും പറയണ്ട. അന്നേ അവർ പറഞ്ഞതല്ലേ പോലീസുകാർ, പാർട്ടിക്കാരും പോലീസുകാരും അതേപോലെ സമുദായക്കാരും അങ്ങനെ എല്ലാവരും പറഞ്ഞതല്ലേ ആ പയ്യനെ കൂടി പ്രതി ചേർക്കാനായിട്ട്. അതുകൊണ്ട് ഇനി നമുക്ക് അതിനെപ്പറ്റി ഒരു ചർച്ച ചെയ്യണ്ട. തൽക്കാലം ഇവർ പറയുന്ന പോലെ തന്നെ നമുക്കനുസരിക്കാം. നിങ്ങൾ എന്തായി പറയുന്നത്? അങ്ങനെ ചെയ്താൽ നമ്മുടെ മോളെ ഇനി പഠിക്കാൻ വിടണ്ടേ? അവളുടെ ജീവിതം ഇതോടുകൂടി അവസാനിക്കുകയാണോ? ഇവർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, അവളെ ഇനി പഠിക്കാൻ വിടാൻ പാടില്ലെന്ന്. അതുപോലെ തന്നെ രോഹിത്തിനെതിരെ അവൾ മൊഴി പറയണം. അവൻ തെറ്റ് ചെയ്തു എന്ന് തന്നെ അവൾ പറയണം. അതിനുശേഷം അവളെ പഠിക്കാൻ വിടണ്ടെന്നും അതുപോലെ അവൾക്ക് തൂപ്പുകാരിയായിട്ട് ഒരു ജോലി കൊടുക്കാമെന്നുമല്ലേ അവർ പറഞ്ഞേക്കുന്നത്. തൽക്കാലം ഇനി അത് മതി. അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നമ്മുടെ മകളെപ്പറ്റി എന്തെല്ലാം സ്വപ്നം കണ്ടതാ. അവൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിച്ചവളാ. ഇപ്പോഴാണെങ്കിൽ പോലും അവൾ എന്ത് നന്നായി പഠിക്കുന്നവളാ. എല്ലാത്തിനും ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്നവളല്ലേ. അവളുടെ സ്കൂളിൽ നിന്നല്ല, ഈ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല മികച്ച മാർക്ക് അവൾക്കാണെന്ന് അവൾക്ക് നല്ല ഉറപ്പാ. എൻട്രൻസ് എഴുതണം, മെഡിസിന് ചേരണം, ഒരു ഡോക്ടർ ആണോന്നും ഉള്ളതൊക്കെ നമ്മുടെ കുഞ്ഞിൻ്റെ ആഗ്രഹമല്ലായിരുന്നോ? അവൾ നന്നായിട്ട് പഠിക്കുന്നതല്ലായിരുന്നോ? ഇതെല്ലാം മുളയിലെ നുള്ളിക്കളയുവാണോ? ഞാൻ എന്ത് ചെയ്യാനാ? അവർ വന്ന് പറഞ്ഞിട്ട് പോയത് നീ കേട്ടതല്ലേ? നമ്മുടെ തലയ്ക്ക് മുകളിലും ആളെ നിൽക്കുവാ. നമ്മളിപ്പോൾ നിസ്സഹായരാണ്. നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മുടെ കയ്യിൽ പണമില്ല, വാദിക്കാനും ഒന്നുമില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ? ഇനിയിപ്പോൾ എല്ലാം വരുന്നത് പോലെ അനുഭവിക്കാം എന്നും പറഞ്ഞ് ആ അച്ഛൻ കരഞ്ഞുകൊണ്ട് അകത്ത് കയറി പോവാണ്. ഇതെല്ലാം കേട്ട് അമ്മയ്ക്ക് ആകെപ്പാടെ സങ്കടം വരികയാണ്. ഇവർ തമ്മിൽ പറയുന്നതൊക്കെ കേട്ട് ശരണ്യ അകത്തിരിക്കുകയാണ്. അവർ പറയുന്നതും ഇവർ തമ്മിൽ പറയുന്നതും എല്ലാം കൂടെ ശരണ്യ മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. തൻ്റെ പഠിത്തം ഇതോടുകൂടി തീരുകയാണ്. തൻ്റെ ജീവിതത്തിന് തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുകയാണ്. അവർ കണ്ടുപിടിച്ച ഏതോ ഒരു ഗസ്റ്റ് ഹൗസിൽ തൂപ്പുകാരിയായിട്ട് ജോലി ചെയ്ത് ജീവിക്കുക, അതും ഈ 18ാം വയസ്സിൽ. അതിൽ നിന്ന് ഇനി ഒരിക്കലും തനിക്കൊരു മോചനം ഉണ്ടാവില്ല. തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പഠിച്ചൊരു ഡോക്ടറാവുക എന്നത്. ഇനി ഒരിക്കലും ആ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല എന്നും ഇവർ പറഞ്ഞതൊക്കെ വെച്ച് അവളിങ്ങനെ ഓർത്തു നോക്കുകയാണ്. ഒരിക്കലും മൊഴിമാറ്റി പറയാൻ പാടില്ല. ഈ കാര്യങ്ങളെല്ലാം അവൾ വീണ്ടും ഇങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെ ഓരോന്ന് ആലോചിക്കുന്ന സമയത്ത് ശരണ്യയുടെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുകയാണ്. അവളിങ്ങനെ ഓർക്കുകയാണ്, എന്തായാലും അലീന പോയി ഈ കാര്യങ്ങളെല്ലാം അവരുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പക്ഷേ അലീനയുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവളുടെ നമ്പറൊന്നും തൻ്റെ കയ്യിൽ ഇല്ലേം താനും. അങ്ങനെ അവിടെ ഇരുന്ന പത്രങ്ങളിലും പരസ്യങ്ങളും ഒക്കെ എടുത്ത് അവളിങ്ങനെ നോക്കുവാണ്. അങ്ങനെ ആ പത്രത്തിലെ പരസ്യക്കെട്ടുകളിൽ നിന്ന് ബാലേന്ദ്രൻ്റെ കടയുടെ പേരും അതേപോലെ ബാലേന്ദ്രൻ്റെ പേഴ്സണൽ നമ്പരും ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇവള് അച്ഛനോടും അമ്മയോടും ഒന്നും പറയാതെ അച്ഛൻ്റെ ഫോണും എടുത്ത് പയ്യെ അങ്ങ് ഇറങ്ങിപ്പോവാണ്. ഇവളുടെ ഫോൺ ഉണ്ടായിരുന്നതൊക്കെ എല്ലാവരും വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ഇവളെ ഇനി ആരും വിളിക്കാതിരിക്കാനും ആരും സ്വാധീനിക്കാതിരിക്കാനും എന്നൊക്കെ പറഞ്ഞ് അവളുടെ ഫോൺ ആ പാർട്ടിക്കാർ സഹിതം വാങ്ങി വെച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഹരി വിളിച്ചതും സംസാരിച്ചതും ഒക്കെ ആയിട്ടുള്ള കോൾ ലിസ്റ്റുകളും മെസ്സേജുകളും ഒക്കെ ആ ഫോണിലുണ്ടല്ലോ. അതൊരു തെളിവായിട്ട് തന്നെ പോലീസുകാരിൽ ഇരിക്കുകയാണ്. അച്ഛനും അമ്മയും കിടക്കുവാണെന്നറിഞ്ഞ് ആ സമയത്താണ് ശരണ്യ ഫോണും എടുത്തുകൊണ്ട് പോകുന്നത്.
അങ്ങനെ അവൾ ആ ഫോണും എടുത്ത് ബാത്റൂമിൽ പോയി നിന്ന് വിളിക്കുന്നുണ്ട്. ബാലേന്ദ്രനെയാണ് വിളിക്കുന്നത്. ബാലേന്ദ്രനാണ് ഫോൺ എടുക്കുന്നതും. ഫോൺ ബെല്ലടിക്കുന്നതായിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആരാ മോളെ വിളിക്കുന്നത്? അത് പിന്നെ നമ്പർ അയച്ചാ. ഓ എങ്കിൽ എടുക്കണ്ട, കട്ടാക്കിയേരെ. ഈ കേസിൻ്റെ കാര്യവും പറഞ്ഞ് അറിയാനായിട്ട് ഓരോരുത്തർ വിളിക്കുന്നതാണ്. അത് വേണ്ടച്ചാ, എന്തായാലും എടുത്തേക്ക്. ഇനി ആ കുരിയച്ചനങ്ങൾ വല്ലതും ഇതിൻ്റെ കേസിൻ്റെ കാര്യം വല്ലതും പറയാനായിട്ട് വിളിക്കുന്നതാണെങ്കിലോ? അങ്ങനെ ബാലേന്ദ്രൻ ഫോൺ എടുക്കുകയാണ്. ഹലോ എന്ന് വെക്കുമ്പോൾ തന്നെ മറുപുറത്ത് ഒരു പെൺകുട്ടിയുടെ സൗണ്ട് ഉണ്ടാണ്. ബാലേന്ദ്രൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ അതെ എന്ന്. അത് പിന്നെ സാർ, ഞാൻ ശരണ്യാണ്. ശരണ്യോ? ഏത് ശരണ്യ? അത് പിന്നെ ഞാൻ കണ്ണാടിപ്പാറ കോളനിയിലെ ശരണ്യ. ഇത് കേൾക്കുമ്പോൾ തന്നെ ബാലേന്ദ്രൻ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, ആരാ അച്ഛാ? അത് ഞാൻ ശരണ്യാണ്, കണ്ണാടിപ്പാറ കോളനിയിൽ നിന്ന്. ഓ അവളാണോ? അവളുടെ സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ വിളിച്ചത്? അത് പിന്നെ അങ്കിൾ, ഞാൻ വിളിച്ചത് 10ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ മാർക്കാണ്. അതുപോലെ +2-നും ഫുൾ മാർക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. എൻട്രൻസ് എഴുതി മെഡിക്കൽ പഠിച്ച് എനിക്ക് ഡോക്ടറാണെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി അച്ഛനും അമ്മയ്ക്കും നല്ലൊരു വീടൊക്കെ വെച്ച് നൽകണം. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്താ മോൾ എന്താ ഈ പറയാൻ വരുന്നത്? അത് പിന്നെ ഞാൻ പെട്ടെന്ന് പറയാം. അച്ഛൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇവിടെ പാർട്ടിക്കാരൊക്കെ വന്നിരുന്നു. അവർ പറയുന്നത് ഞാൻ രോഹിത്തിനെതിരായി മൊഴി കൊടുക്കണമെന്നാണ്. അല്ലാതെ രോഹിത്തിന് അനുകൂലമായിട്ട് ഞാൻ മൊഴി കൊടുക്കുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ, മൊഴി മാറ്റി പറയും എന്തെങ്കിലും ചെയ്താൽ എനിക്ക് വീട് തരില്ല, എൻ്റെ പഠിത്തം മുന്നോട്ട് പോവില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇല്ല മോൾ ഒരിക്കലും അങ്ങനെ പറയരുത്. ഒരിക്കലും രോഹിത് കുറ്റവാളിയാണെന്ന് മോൾ പറയരുത്. ഒരച്ഛനാണ് ഞാൻ മോളുടെ കാല് പിടിക്കാം. എൻ്റെ മകൻ മോളെ ഉപദ്രവിച്ചിരുന്നുവെങ്കിൽ ഞാനൊന്നും പറയില്ലായിരുന്നു. പക്ഷേ അവൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ മോള് തന്നെയല്ലേ പറഞ്ഞേ അവൻ മോളെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ലെന്ന്? അത് അറിഞ്ഞപ്പോൾ തൊട്ട് മനസ്സിനകത്ത് വല്ലാത്തൊരു വേവലാതിയാ. അവനെ എങ്ങനെ പുറത്തിറങ്ങണമെന്നൊരു വെമ്പലാ. എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്യാതെ വെറുതെ അവിടെ കിടന്ന് അടികൊള്ളുക. സ്റ്റേഷനിൽ വെച്ചാണെങ്കിൽ പോലും അവരെ അടിച്ചൊരു ഇഞ്ച പരുവാക്കിയിട്ടാണ് അവനെ റിമാൻഡ് ചെയ്തത്. എൻ്റെ മോള് ദയവ് ചെയ്ത് എൻ്റെ മോള് മൊഴിമാറ്റി പറയണം. എൻ്റെ മകനെ നീ രക്ഷിക്കണം. മോള് എന്ത് പറഞ്ഞാലും മോളുടെ കാൽ കീഴിൽ ഈ അച്ഛൻ കൊണ്ടുവന്ന് വെക്കാം എന്നൊക്കെ പറയുമ്പോൾ ശരണ്യ പറയുകയാണ്, അങ്കിൾ ഇവിടെ ആ പാർട്ടിക്കാരൊക്കെ വന്ന് ഒരുപാട് എന്നെ ഭീഷണിപ്പെടുത്തി. അത് മാത്രമല്ല എന്നോട് ഇനി പഠിക്കേണ്ടെന്നും പുസ്തകം എടുത്ത് തുറന്ന് വായിക്കേണ്ടെന്നും താൻ അതിജീവിതയായിട്ട് ഒതുങ്ങിക്കൂടി ഈ മുറിയിൽ തന്നെ കഴിഞ്ഞുകൂടണമെന്നൊക്കെയാണ് അവരെന്നോട് വന്ന് പറഞ്ഞത്. അതുമാത്രമല്ല ഇവിടെ ഏതൊരു പാർട്ടിയുടെ ഗസ്റ്റ് ഹൗസിൽ തൂപ്പുകാരിയായിട്ട് എനിക്ക് ജോലി വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിവിടെ നിന്ന് പോയത്. അതൊന്നും എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു ഡോക്ടറാവുന്നുള്ളത്. അതിനൊന്നും ഇവരെന്നെ പഠിക്കാൻ ഇനി അനുവദിക്കില്ല എങ്കിൽ. മോൾക്ക് എന്താവേണ്ടത്? ഡോക്ടർ ആവണോ? എഞ്ചിനീയർ ആവണോ? എന്ത് വേണമെങ്കിലും മോള് പറ, അത് ഈ അങ്കിള് ചെയ്തു തരാം. മോളുടെ മുന്നോട്ടുള്ള ഭാവിക്ക് എത്ര രൂപ ചിലവായാലും അത് സാരമില്ല, അത് ഈ അങ്കിള് നോക്കിക്കോളാം. അങ്കിളെ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്കിളിനെ വിളിച്ചത്. എനിക്ക് എൻ്റെ ഫ്യൂച്ചറാണ് വലുത്. പണവോ വീടോ ബംഗ്ലാവോ ഒന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് പഠിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഞാൻ കോടതിയിൽ വന്ന് രോഹിത്തിന് വേണ്ടി മൊഴി മാറ്റി പറയാം. രോഹിത് എന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്നും പോലീസുകാരും പാർട്ടിക്കാരും പറഞ്ഞതുകൊണ്ടാണ് രോഹിത്തിൻ്റെ പേര് പറഞ്ഞതെന്നും ഞാൻ പറഞ്ഞോളാം. പക്ഷേങ്കിൽ അങ്കിൾ എനിക്കൊരു വാക്ക് തരണം. എന്താ മോളെ, എന്താ വേണ്ടെന്ന് മോള് പറ. മോള് പറയുന്ന എന്തും മോളുടെ കാൽക്കീഴിൽ ഞാൻ കൊണ്ടുവെക്കാം. എനിക്കതൊന്നും വേണ്ട. എനിക്ക് പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. മുന്നോട്ട് നല്ല രീതിയിൽ പഠിച്ച് എവിടെയെങ്കിലും മെഡിസിന് ചേർന്ന് എനിക്ക് നല്ലൊരു ഡോക്ടർ ആവണം. എല്ലാ പെൺകുട്ടികളെയും പോലെ സന്തോഷമായിട്ട് ജീവിക്കണം. ഈ ലോകത്ത് പാറിപ്പറന്ന് സന്തോഷത്തോടെ എനിക്ക് ജീവിക്കണം. അല്ലാതെ അവർ പറഞ്ഞതുപോലെ ഒരു അതിജീവിതയെ പോലെ ഇവിടെ ഒതുങ്ങിക്കൂടാൻ എന്നെക്കൊണ്ട് പറ്റില്ല. എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ അവർ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തോ ബക്കറ്റ് പിരിവൊക്കെ നടത്തി അവർ ഈ വീട് പുതുക്കി പണിത് കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ മയക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ പാർട്ടിക്കാരായതുകൊണ്ട് പിണക്കാനൊന്നും പറ്റില്ലല്ലോ മോളെ. ഈ പാർട്ടിക്കാരെ അപ്പുറം കണ്ടവനാണ് ഈ പാർട്ടിക്കാർ എൻ്റെ മുന്നിൽ ഓശാനിച്ച് നിന്നിട്ടുണ്ട് പണത്തിന് വേണ്ടിയിട്ട്. എല്ലാ മാസവും അവർക്കൊരു വീതം ഞാൻ കൊടുക്കുന്നതാണ്. എന്നിട്ടും എനിക്കൊരു തട്ടുകേട് വന്നപ്പോൾ എല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞു. അവർക്കിട്ടുള്ള പണിയൊക്കെ അത് ഞാൻ കൊടുക്കുന്നുണ്ട്. മോൾ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട. ഇതൊക്കെ ഈ കനൽ കെട്ടടങ്ങുന്നത് വരെ ഉള്ളൂ. ഇവർ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും ഒരിക്കലും ചെയ്തു തരാൻ പോകുന്നില്ല. ഇതൊക്കെ ഇവരെ പറച്ചിൽ മാത്രമാണ്. അതുകൊണ്ട് മോള് ഞാൻ പറയുന്നത് കേൾക്ക്. മോളെ രോഹിത് ഒന്നും ചെയ്തില്ലല്ലോ. മോള് കള്ളമൊന്നും പറയണ്ട. സത്യം മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ മോള് രക്ഷപ്പെടുത്തണം. മോളുടെ ആവശ്യം വീടല്ലേ, അത് ഞാൻ വെച്ച് തരാം. എനിക്ക് വീടൊന്നും വേണ്ട അങ്കിൾ. എനിക്ക് പഠിക്കണം, പഠിച്ച് ഡോക്ടറാവണം. മോൾക്ക് എന്ത് വേണമെങ്കിലും ഈ അങ്കിളിനോട് പറഞ്ഞാൽ മതി. അങ്കിൾ നടത്തിത്തരും. മോൾക്ക് വീട്,
അച്ഛനും അമ്മയ്ക്കും നല്ലൊരു ജോലി, പിന്നെ മോൾക്ക് എവിടെയാണോ പഠിക്കാൻ ആഗ്രഹം അത് പറഞ്ഞാൽ മതി, അവിടെ തന്നെ പഠിക്കാനുള്ള സീറ്റ് വാങ്ങി തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. മോൾക്ക് ഡോക്ടർ ആകാൻ വേണ്ടിയിട്ട് എത്ര ലക്ഷം ചിലവായാലും വേണ്ടുകയില്ല, അത് ഞാൻ പഠിപ്പിച്ചിരിക്കും. അതെ, മോളെ പഠിപ്പിച്ച് അങ്കിൾ ഒരു ഡോക്ടറാകും. അതിപ്പോൾ മോളെപ്പോലെ തന്നെ ഈ അങ്കിളിനും ഒരാഗ്രഹമാണ്. പിന്നെ അങ്കിളെ ഞാൻ അച്ഛൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. എന്തായാലും ഞാൻ മൊഴി മാറ്റി പറഞ്ഞോളാം. പക്ഷേ അതുവരെ നിങ്ങളിവിടെ വരികയോ പ്രശ്നം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യരുത്. എന്തായാലും സത്യം തുറന്നു പറയുക എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അത് ഞാൻ പറഞ്ഞിരിക്കും. അങ്കിൾ അതോർത്ത് പേടിക്കേണ്ട. പക്ഷേ അങ്കിൾ എനിക്ക് ഈ ഒരു വാക്ക് തരണം, എന്നെ പഠിപ്പിച്ചോളാം എന്നുള്ള വാക്ക്. അപ്പോൾ പെട്ടെന്ന് അലീന ഫോൺ വിളിച്ച് പറയാണ്, മോളെ ശരണ്യെ, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഒരു ജോലിക്കാരിയായ എന്നെ സ്വന്തം മോളെ പോലെയാണ് അങ്കിൾ എന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് അങ്ങളുടെ മനസ്സ് എനിക്ക് നന്നായിട്ടറിയാം. മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. മോളൊരു ഡോക്ടറായിരിക്കും. അവർ പറയുന്നൊന്നും മോൾ ചെവിക്കൊള്ളണ്ട. അതിജീവിതയായിട്ട് മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവളല്ല നീ. ചിരിച്ചും കളിച്ചും ലോകത്ത് പാറി പറന്ന് നടക്കേണ്ടവളാണ്. അവർ പറയുന്നതൊന്നും മോള് ചെവിക്കൊള്ളണ്ട. അതിജീവിതയായിട്ട് ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവളല്ല എൻ്റെ മോള്. പുറം ലോകത്തിറങ്ങി ചിരിച്ചു കളിച്ച് നടക്കേണ്ടവളാണ് നീ. നീയല്ല ഒതുങ്ങിക്കൂടേണ്ടത്, നീയല്ല ശിക്ഷിക്കപ്പെടേണ്ടത്. നിന്നോട് തെറ്റ് ചെയ്തവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്, അല്ലാതെ നീയല്ല ശിക്ഷിക്കപ്പെടേണ്ടത്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ. അതുകൊണ്ട് മോളൊരു കാരണം കൊണ്ടും സങ്കടപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ടാക്കുന്നുണ്ട്. അതിനുശേഷം ആ വിളിച്ച നമ്പർ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഫോൺ അവിടെ കൊണ്ടുവച്ച് റൂമിൽ വന്ന് സമാധാനമായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് അച്ഛാ? ഞാൻ പറഞ്ഞില്ലേ അവളൊരു പാവം കുട്ടിയാ. ആ പാവത്തിനെ അവിടെ എല്ലാവരും കൂടി ഇട്ട് കൊല്ലാക്കൊല ചെയ്യുക. അന്നാണെങ്കിൽ കൂടി അവൾ എൻ്റെ അരികെ സംസാരിച്ചപ്പോൾ ആ അച്ഛൻ കയ്യെ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകായിരുന്നു. ഇവരൊക്കെ എന്തൊരു മനുഷ്യരാണ്. എൻ്റെ മകൻ്റെ ചോര കാണാൻ വേണ്ടി എല്ലാവരും നടക്കുക. ആ അച്ഛനെയും അമ്മയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അച്ഛാ. അവർ വലിയ രോഗവിവരമുള്ളവരൊന്നും അല്ല, പാവങ്ങളാ. അവരെ ഈ പറഞ്ഞ പോലെ പാർട്ടിക്കാരും പോലീസുകാരും സമുദായക്കാരും എല്ലാവരും കൂടി ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലനൊരു ഐഡിയ തോന്നുന്നതാണ്. അപ്പം തന്നെ DYSPയെ വിളിക്കുകയാണ്. സാറിനെ ഒന്ന് നേരിട്ട് കാണണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ചെല്ലാൻ പറയുമ്പോൾ അവിടെ ചെന്ന് പറയുന്നുണ്ട് ഇന്ന പോലെ ശരണ്യെ വിളിച്ച കാര്യമൊക്കെ. ശരണ്യ രഹസ്യമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറയുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി മൊഴിമാറ്റി പറയില്ലേ? പറയും സാർ, പറയുമെന്നാണ് ആ കുട്ടി എൻ്റെ ഒരിക്കൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട. 30 ദിവസമൊന്നും മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്പെഷ്യൽ കോടതി കൂടാം. ആ പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോൾ പെൺകുട്ടി സത്യങ്ങളൊക്കെ തുറന്നു പറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് രോഗത്തിനെ പുറത്തിറക്കാൻ പറ്റും. അതൊക്കെ കേൾക്കുമ്പോൾ ബാലേന്ദ്രന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അയാൾ സന്തോഷത്തോടെ തന്നെ പറയാണ്, എന്തായാലും ഞാൻ സന്തോഷത്തോടുകൂടി പോവാണ്. ആ കുട്ടി എന്നെ ഒരുപാട് വിശ്വസ്തയോടുകൂടി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഇക്കാര്യം പുറത്താകേണ്ട സാർ. അവളുടെ അച്ഛൻ്റെ ഫോണിൽ നിന്നെങ്ങാണ്ടാണ് എന്നെ വിളിച്ചത്. പാർട്ടിക്കാരെല്ലാവരും കൂടെ ആ കുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് ഇനി ഒരിക്കലും പുറത്തിറങ്ങരുതെന്നും ചിരിക്കരുതെന്നും അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കില്ലെന്നും പഠിക്കാൻ പോകരുതെന്നൊക്കെ പറഞ്ഞ് അതിജീവിത എന്ന ലേബൽ ഒട്ടിച്ച് മാത്രമേ ഇനി നടക്കാവൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന്. അതൊക്കെ കേട്ടപ്പോൾ ആ കുട്ടിക്ക് ഒട്ടും സഹിക്കാനായില്ല. അവൾക്ക് പഠിച്ച് നല്ലൊരു ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. അവൾ പഠിക്കുന്ന സ്കൂളിലെ തന്നെ ഏറ്റവും ടോപ്പറാണ് അവൾ. അവൾക്ക് ഡോക്ടർ ആകണമെന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ആ കുട്ടി എൻ്റെ അരികെ ചോദിക്കുകയാണ് അവളെ ഞാൻ ഡോക്ടറാക്കുമെന്ന്. അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം വേണേലും കൊടുക്കും. എൻ്റെ മകനെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മാത്രം മതി എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം DYSP ആണെങ്കിൽ CIനെയും SIനെയും ഒക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവരാദ്യം ഇക്കാര്യമൊക്കെ എതിർത്ത് തർക്കിക്കാനൊന്നും നിൽക്കേണ്ട. എന്തായാലും സ്പെഷ്യൽ കോടതി കൂടാൻ പോവുകയാണ്. അതോടുകൂടി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ പോവുകയാണ്. സാർ, അതിന് 30 ദിവസം കഴിയണ്ടേ? അവരെ റിമാൻഡിൽ വെച്ചിരിക്കുകയല്ലേ? ഇപ്പോൾ സ്പെഷ്യൽ കോടതി കൂടേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അതൊക്കെ ഞാൻ അറിഞ്ഞോടോ. താനൊക്കെ ചേർന്ന് ആ പെൺകുട്ടിയുടെ കള്ളമൊഴി എടുത്തതാണെന്നും നിങ്ങൾ മനഃപൂർവ്വം രോഗത്തിൻ്റെ പേര് കൂടി ഈ കേസിലേക്ക് ചേർത്തതാണെന്നും ഞങ്ങൾ അറിഞ്ഞു. അത് സാർ, ഞങ്ങൾ മിണ്ടരുത്. പാർട്ടിക്കാരൻ വന്നിരുന്നു. മോൾ ഇന്ന് വിളിപ്പിക്കുകയും ചെയ്തു. എന്തിന്? ആ പെൺകുട്ടിയുടെ അച്ഛൻ വരെ വന്നിരുന്നു. ഇതിനെല്ലാം കാരണക്കാർ നിങ്ങളാണെന്നാണ് അവരെല്ലാവരും പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും കൂടാണ് അവിടെ ചെന്ന് ആ പെൺകുട്ടിയുടെ മൊഴിയെടുത്തതെന്നും FIRൽ രോഗത്തിൻ്റെ പേര് നിങ്ങളാണ് എഴുതി ചേർത്തതെന്നും ഒക്കെ അവർ ഞങ്ങളോട് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ആ പോലീസുകാർ ഒന്ന് ഷോക്കാകാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അയ്യോ സാർ, അത് ഞങ്ങളായിട്ടല്ല, അത് അവരോട് പറഞ്ഞിട്ടാണ് ഞങ്ങളങ്ങനെ. വേണ്ട, നിങ്ങളല്ലേ FIR എഴുതിയത്. നിരപരാധിയായ ഒരാളെ പ്രതിപട്ടികയിൽ ചേർത്ത് ഇത്രയും നാളും ക്രൂശിച്ച് അയാളുടെ പേരും കളങ്കപ്പെടുത്തി അഭിമാനവും നഷ്ടപ്പെടുത്തി അയാളുടെ ഫ്യൂച്ചറും അതേപോലെ പേരും പ്രശസ്തിയെല്ലാം നശിപ്പിച്ചതിന് നിങ്ങൾക്കുള്ള പണി വരാൻ പോകുന്നതേ ഉള്ളൂ. ആ പയ്യനെ കൊല്ലക്കൊല ചെയ്തില്ലേ? അടിച്ച് ശരിയാക്കിയില്ലേ നിങ്ങൾ? മാത്രമാണോ?
ആ പയ്യനെ ഫോട്ടോ വെച്ച് ഈ നാട് മൊത്തം ആ വാർത്ത പരന്നില്ലേ, സോഷ്യൽ മീഡിയാസിലും ടി വിയിലും പത്രങ്ങളിലൂടെയും. അങ്ങനെയെല്ലാം ആ വിവരങ്ങളെല്ലാം കൊടുത്ത് ആ പയ്യൻ്റെ ഫ്യൂച്ചർ തന്നെ നിങ്ങൾ നശിപ്പിച്ചില്ലേ. അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയണം. അങ്ങനെ പോലീസുകാർ അപ്പം തന്നെ സിഐയും എസ്ഐയും കൂടെ ഈ പെണ്ണിൻ്റെ അച്ഛനെയും ശരണ്യയുടെ അച്ഛനെയും അതുപോലെ പാർട്ടിക്കാരെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതേപോലെ DYSP ജഡ്ജിയെ കണ്ട് സ്പെഷ്യൽ കോടതി വിളിപ്പിച്ചിരിക്കുകയാണെന്ന്. അതുകൊണ്ട് നിങ്ങളെ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരണം, ഒരിക്കലും മുഴുമാറ്റി പറയരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ പാർട്ടിക്കാരുടെയും വക്കീലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ശരണ്യയുടെ അച്ഛനും അമ്മയും അവളെയും കൂട്ടിക്കൊണ്ട് കോടതിയിലേക്ക് വരികയാണ്. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും നമ്മുടെ ബാലേന്ദ്രനും മനുവും അലിനയും കൂടെ വരികയാണ്. ശരണ്യയുടെ മുഖമൊക്കെ മൂടിയാണ് കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്. വക്കീലന്മാർ രണ്ടുപേരും ഉണ്ട്, ശരണ്യയുടെ കൂട്ടത്തിലുള്ളതും അതേപോലെ രോഹിത്തിന് വേണ്ടി വാദിക്കാനുള്ള വക്കീലും. അങ്ങനെ ശരണ്യയുടെ വക്കീൽ പറയുന്നുണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടറാണ്, അദ്ദേഹം പറയാണ്, അല്ല രോഹിത്തും ശരണ്യ ഉപദ്രവിച്ച കൂട്ടത്തിൽ ഉണ്ട്, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ കോടതി കൂടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ DYSPനെ ചോദ്യം ചെയ്യാണ്. അപ്പോൾ DSP പറയുന്നുണ്ട്, മേഡം ഇവർ എന്നോട് തന്നെ സമ്മതിച്ച കേസാണിത്, ബാക്കി എല്ലാവരും ഇതൊരു ഫേക്ക് കേസാണ്, എല്ലാവരും അല്ല, ബാക്കി 3 പേരും തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ രോഹിത്തിൻ്റെ പേര് ഇതിൽ കൂട്ടിച്ചേർത്തതാണെന്നും ഒരു തെറ്റും ചെയ്യാത്ത ആളാണ് രോഹിത് എന്നും ഇവർ തന്നെ എൻ്റെ അടുക്കെ പറഞ്ഞതാണ്. രോഹിത് ബാലചന്ദ്രൻ എന്ന ആള് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല, എന്നാൽ ഉപദ്രവിച്ചു എന്ന് ഈ പെൺകുട്ടിയെ കൊണ്ട് കളവ് പറയിപ്പിക്കുകയായിരുന്നു. അത് പോലീസുകാരും അതേപോലെ SIയും CIയും പാർട്ടിക്കാരും എല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ആ കുട്ടിയെ കൊണ്ട് നുണ പറയിപ്പിച്ചത്. ഇതിനെല്ലാം കാരണക്കാര് ഈ പോലീസുകാരാണ്. ഈ CIയും SIയും ബാലേന്ദ്രൻ എന്ന് പറയുന്ന രോഹിത്തിൻ്റെ അച്ഛനോടുള്ള ഇവർക്ക് ഉള്ള ചെറിയൊരു ചുരുക്കാണ് രോഹിത്തിനെ ഈ കേസിൽ പെടുത്തിയത്. എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഇവർ സത്യം ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു നിരപരാധി രക്ഷപ്പെടാൻ പാടില്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു കോടതി വിളിപ്പിച്ചത്. അങ്ങനെ രോഹിത്തിൻ്റെ വക്കീലും വന്ന് ശരണ്യയോട് അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഹരിയും ഞാനും പ്രണയത്തിലായിരുന്നു, അവനെന്നെ ചതിച്ച് അവിടെ കൊണ്ടുപോയതാണ്. അവിടെ ചെന്ന് രോഹിത്ത് എന്നെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ പോയ രോഹിത്തിനെ അവർ നന്നായി മർദ്ദിക്കുകയും അതേപോലെ അവിടുത്തെ ബാത്റൂമിൽ അടച്ചു വെക്കുകയും അവൻ്റെ ഫോൺ പിടിച്ച് മേടിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം 3 മണി വരെ ഇവരെന്നെ മാറി മാറി ഗ്യാങ് റേപ്പ് ചെയ്തു. 3 മണിക്ക് ശേഷമാണ് അവരെന്നെ തുറന്നു വിട്ടത്. എന്നെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് രോഹിത്തിനെയും അവർ തുറന്നു വിട്ടത്. രോഹിത്ത് അതിൽ കുറ്റക്കാരനല്ല, ഒരു തെറ്റും രോഹിത്ത് അന്ന് ചെയ്തിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലിലായ സമയത്ത് അവിടുത്തെ ഡോക്ടർ ഈ പോലീസുകാരെ വിളിച്ചു വരുത്തി. ഈ പോലീസുകാർ വന്നപ്പോൾ രോഹിത് ബാലേന്ദ്രൻ സാറിൻ്റെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ അവനെ കൂടി കേസിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ കൊണ്ട് മൊഴിയെടുപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത് കേസായത്. അതിനുശേഷം അവർ എൻ്റെ അച്ഛനെ അമ്മയൊക്കെ കണ്ട് അവരെയും കൺവിൻസ് ചെയ്യിപ്പിച്ചു. പാർട്ടിക്കാരും സമുദായക്കാരും എല്ലാവരും ഈ പോലീസുകാർ പറഞ്ഞ രീതി രോഹിത്തിനെ കുറ്റക്കാരനാക്കണമെന്ന് എൻ്റെ ഒരിക്കൽ പറഞ്ഞു. 4 പേര് കേസ് പ്രതികളായിട്ടുണ്ടെങ്കിൽ കേസിന് ഒന്നുകൂടെ ബലം കിട്ടുമെന്നും പറഞ്ഞ് ആണ് ഇവരെന്നെ കൊണ്ട് അന്നത് പറയിപ്പിച്ചത്. അന്നത്തെ മാനസികാവസ്ഥയിൽ ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയി എന്നും പറഞ്ഞ് കോടതിയിൽ നിന്നുകൊണ്ട് തന്നെ ശരണ്യ പൊട്ടിക്കരയുകയാണ്. ഇത് കേട്ട് പോലീസുകാരും പാർട്ടിക്കാരും എല്ലാവരും ഇങ്ങനെ ഞെട്ടി വരയ്ക്കുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ ചീട്ട് കയറാൻ പോവുകയാണല്ലോ. അപ്പോൾ ജഡ്ജി ചോദിക്കുകയാണ്, പാവപ്പെട്ട ഒരു പയ്യൻ്റെ ജീവിതം നശിപ്പിക്കുകയാണെന്ന് മോൾക്കന്ന് തോന്നിയില്ലേ? അത് പിന്നെ ഞാൻ അന്ന് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി എടുക്കാൻ പോലും 2-3 ദിവസം എടുത്തു. മരിക്കണമെന്ന് വരെ ആലോചിച്ചതാണ്. ഇവരൊക്കെ വന്ന് അന്ന് എന്നോട് എന്തൊക്കെയോ പറഞ്ഞു, അവിടെ ഒപ്പിട് ഇവിടെ ഒപ്പിട്, അതൊക്കെ ഇതൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അതൊക്കെ കേട്ട് അങ്ങ് ചെയ്തു പോയി. ശരിക്കും എൻ്റെ മനസ്സ് എവിടോ ആയിരുന്നു. അപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. രോഹിത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ അലീനയ്ക്കും ബാലേന്ദ്രനും മനുവിനും ഒക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഈ CIയും SIയും ഞങ്ങളെ മൊഴിമാറ്റി പറയരുത് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പുറകെ നടക്കുകയായിരുന്നു. അത് മാത്രമല്ല ആ പാർട്ടിയിലുള്ള 2 നേതാക്കളും അവരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി. അതുപോലെ സമുദായക്കാരും ഇവരെയൊന്നും അനുസരിക്കാതെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു. അത് മാത്രമല്ല ഇനി എനിക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊക്കെ ഇവരില്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി. മാത്രവുമല്ല എനിക്ക് +2-നും 10ാം ക്ലാസ്സിലും ഒക്കെ ഫുൾ A+ ആണ്. ഞാൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. എന്നാൽ ഇനി പഠിക്കാൻ പാടില്ല എന്നും റൂം വിട്ട് വെളിയിൽ ഇറങ്ങരുതെന്നും അതിജീവിതയായിട്ട് കരഞ്ഞുകൊണ്ട് എന്നും ഞാൻ വീട്ടിനകത്തിരിക്കണം എന്നും ഒക്കെ പറഞ്ഞാണ് ഇവരെന്നെ ഭീഷണിപ്പെടുത്തിയത്. എനിക്ക് വേണ്ടി ഇവർ ബക്കറ്റ് പിരിവ് നടത്താൻ പോവുകയാണെന്നും അതിജീവിതയായതുകൊണ്ട് ഞാൻ ഒരിക്കലും ചിരിക്കാൻ പാടില്ല എന്നും ഒക്കെ ഇവർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം മൊഴിമാറ്റി പറയാൻ തന്നെ തീരുമാനിച്ചത്. എനിക്ക് പഠിക്കണം, പഠിച്ച് എനിക്കൊരു ഡോക്ടർ ആവണം.
അതാണ് എൻ്റെ ആഗ്രഹം. എന്നെ നശിപ്പിച്ച ആ 3 പേർക്ക് ശിക്ഷ കിട്ടണം. അതുപോലെ നിരപരാധിയായ രോഹിത്തിനെ വെറുതെ വിടണം എന്നും പറഞ്ഞ് ശരണ്യ അവിടെ നിന്ന് കരയുന്നുണ്ട്. ജഡ്ജി ഉടനെ തന്നെ ആ പാർട്ടിക്കാരെയും സമുദായത്തിലുള്ള ഒരു നേതാവിനെയും അതേപോലെ ആ 2 പോലീസുകാരെയും വിളിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ എന്താണോ ഈ ചെയ്തു കൂട്ടുന്നത്? അതിജീവിതം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ തട്ടിക്കൊള്ളിക്കാനുള്ള ഒരു സാധനമായിട്ടാണോ നിങ്ങൾ കരുതുന്നത്? ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ അവളെ അടിച്ചമർത്തുകയല്ല ചെയ്യേണ്ടത്, കൈപിടിച്ച് ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവരണം. സമുദായത്തിന്റെ മുന്നിലും നാട്ടിലും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. അവർക്ക് പഠിക്കാനുള്ള അവസരവും ജോലി ചെയ്യാനും അതേപോലെ ഈ ലോകത്ത് പറന്നു നടക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മളായിട്ട് ഒരുക്കി കൊടുക്കണം. അല്ലെങ്കിലും ഈ പെൺകുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? അവളെ ഈ അവസ്ഥയിലാക്കിയത് ആ നരാധമന്മാരല്ലേ? അവർ വേണ്ടി ശിക്ഷിക്കപ്പെടാൻ. ഈ പെൺകുട്ടി അവൾ പഠിച്ച് അവളുടെ ആഗ്രഹം പോലെ തന്നെ ജീവിക്കട്ടെ. ഇവളെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? അങ്ങനെ ആ പോലീസുകാരെ പാർട്ടിക്കാരെ എല്ലാവരെയും ജഡ്ജി വിളിച്ച് നല്ലത് പറയുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ നിന്ന് തന്നെ ആ പോലീസുകാർക്ക് സസ്പെൻഷനും അതേപോലെ ആ പാർട്ടിക്കാർക്ക് നല്ല ശിക്ഷയും കൊടുക്കുന്നുണ്ട്. ഇനി തന്നെ ആരും ഭീഷണിപ്പെടുത്തില്ലെന്നും സ്വതന്ത്രമായിട്ട് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കോടതി ശരണ്യയ്ക്ക് അനുവാദം കൊടുക്കുകയാണ്. 30 ദിവസം തികയുമ്പോൾ തന്നെ രോഹിത്തിനെ വിട്ടയക്കാനും കോടതി തീർപ്പാവുന്നുണ്ട്. അടുത്ത 30 ദിവസത്തിന് ശേഷം ഇതേപോലെ വാദങ്ങളൊക്കെ നടത്തി രോഹിത്തിനൊഴിച്ച് ബാക്കി 3 പേർക്കുമുള്ള ശിക്ഷ നടപ്പാക്കണമെന്നും 30 ദിവസത്തിന് ശേഷം വീണ്ടും കോടതി കൂടാമെന്നൊക്കെ പറഞ്ഞ് കോടതി പിരിയാണ്. ശരണ്യ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും പാർട്ടിക്കാരും സമുദായക്കാരും ഒക്കെ രൂക്ഷമായിട്ട് അവളെങ്ങനെ നോക്കുകയാണ്. അവളുടെ അച്ഛനും അമ്മയും 2 സൈഡിൽ നിന്ന് അവളെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും ബാലേന്ദ്രൻ അവരുടെ പിന്നാലെ പോകുന്നുണ്ട്. ബാലേന്ദ്രൻ വന്ന് ശരണ്യയുടെ കാലി പിടിക്കാൻ പോകുന്ന രീതിയിൽ വരുമ്പോഴത്തേക്കിനും ശരണ്യ പെട്ടെന്ന് വേണ്ടെങ്കിൽ എന്ന് പറഞ്ഞത് തടയുന്നുണ്ട്. ഈ സമയത്ത് ശരണ്യയുടെ അച്ഛനും അമ്മയും പറയുകയാണ്, ഇപ്പോൾ അവർക്കെല്ലാം ഞങ്ങളോട് ദേഷ്യമായി. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇവളോട് ഞങ്ങളെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു മകനില്ലേ? അവനെയാണ് ഇതേപോലെ കളർ കേസിൽ കുടുക്കിയതെങ്കിലോ? നിങ്ങൾക്കത് സഹിക്കാനാവോ? ഞാനും ഒരച്ഛനാ. ഈ പെൺകുട്ടി ഇത് തുറന്നു പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മകൻ ജീവിതകാലം മുഴുവനും നരകിച്ച് ജീവിക്കേണ്ടി വന്നേനെ. ആ അവസ്ഥ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. അവരെ ഓർത്ത് നിങ്ങളൊന്നും വിഷമിക്കേണ്ട. അവരെക്കാട്ടിലും കൊമ്പത്തുള്ള ആൾക്കാരെയൊക്കെ എനിക്കറിയാം. എൻ്റെ കടയുടെ മുന്നിൽ വന്ന് ഓച്ചാനിച്ച് നിന്നിട്ടുണ്ട് ഈ പറയുന്ന സിയും എസ്ഐയും ഈ പാർട്ടിക്കാരും ഒക്കെ. കാശിനു വേണ്ടി മാസം ഇവർക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുമുണ്ട്. എന്നിട്ടാണ് ഇവർക്കൊക്കെ ഈ അഹങ്കാരം. ഇവർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. നിങ്ങളതൊന്നോർത്തും ഒട്ടും വിഷമിക്കേണ്ട. പിന്നെ ഈ പെൺകുട്ടിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മെഡിസിന് പഠിക്കണം, ഡോക്ടർ ആവണം എന്നുള്ളതൊക്കെ. ഇനി അതിപ്പോൾ എൻ്റെയും കൂടെ ആഗ്രഹമാണ്. അതിനുവേണ്ടി എത്ര രൂപ വേണമെങ്കിലും ചിലവാക്കാൻ എനിക്കൊരു മടിയില്ല. ഞാനായിരിക്കും ഇനി ഈ പെൺകുട്ടിയുടെ പഠിത്ത ചിലവ് നോക്കാൻ പോകുന്നത്. ബക്കറ്റ് പിരിവ് നടത്തി വീടൊക്കെ പുതുക്കിപ്പണിയാന്ന് അവർ പറഞ്ഞില്ലേ? ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളിനി ആ നാട്ടിൽ തന്നെ നിൽക്കണ്ട. അവിടെ നിന്നാൽ അവിടെയുള്ളവർ മൊത്തം ഇവളെ കാണുന്നത് ഒരു അതിജീവിതയായിട്ട് മാത്രമായിരിക്കും. ചിരിക്കാൻ അവകാശമില്ലാത്ത, പറക്കാൻ അവകാശമില്ലാത്ത ഒരു പെണ്ണായിട്ടാണ് അവളെ ഇനി അവിടെ ഉള്ളവർ കാണുക. ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവൾ അന്തസ്സായിട്ട് ജീവിക്കണം, പാറിപ്പറക്കണം. അവളുടെ ആഗ്രഹം പോലെ അവൾ ഡോക്ടർ ആകണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ച് അവളുടെ കൂടെ നിൽക്കാം.